വെയിറ്റ് സ്റ്റക്കായല്ലേ? സാരമില്ല, അതിനല്ലേ ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയോ, 98 കിലോ ഉള്ള സമയത്താണ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ എൻ്റെ വെയിറ്റ് 81 കേട്ടോ. 17 കിലോ കുറയ്ക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് തവണ വെയിറ്റ് സ്റ്റക്കായത് അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്തുമാത്രം ഡിപ്രസിങ് ആണ് അതെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ 3 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, എന്താണ് വെയിറ്റ് ലോസ് പ്ലാറ്റോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു വെയിറ്റ് സ്റ്റക്ക് ആവുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ശരിക്കും ഇതൊരു വെയിറ്റ് ലോസ് പ്ലാറ്റോ ആണോ? ഇത് പറയാനുള്ള കാരണമുണ്ട് കേട്ടോ. ഇത് നമുക്ക് തോന്നുന്നതാവാം ചിലപ്പം. ശരിക്കും നമ്മുടെ വെയിറ്റ് സ്റ്റക്ക് ആയതാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ പാർട്ട്. മൂന്നാമത്തെ പാർട്ട്, ഇനി ശരിക്കും വെയിറ്റ് സ്റ്റക്ക് ആയതാണെങ്കിൽ അതെങ്ങനെ മാറ്റിയെടുക്കാം, അതാണ് എല്ലാവർക്കും വേണ്ടതെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ 3 പാർട്ടും കാണണമെന്നാണ് ഞാൻ നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുന്നത്. കാരണം നമുക്ക് സൊല്യൂഷൻ മാത്രം പോരാ, നമുക്കതിൻ്റെ കാരണം കൂടി അറിയണം അല്ലേ? കാരണം അറിഞ്ഞിട്ടേ സൊല്യൂഷൻ അറിഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടുന്ന പരിപാടിയല്ല, നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ വാ. ഹലോ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വെയിറ്റ് ലോസ് പ്ലാറ്റോ അല്ലെങ്കിൽ വെയിറ്റ് സ്റ്റക്ക് ഇതിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളൊരാളെ പരിചയപ്പെടുത്തി തരാം. ആരാന്നറിയോ? ദാമു. ദാമു ഉണ്ടല്ലോ, ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, ഒരു സാധാരണക്കാരനാണ്. ദാമുവിനൊരു മുതലാളിയുണ്ട്. അപ്പോൾ ഈ മുതലാളി 500 രൂപയാണ് ദാമുവിന് ദിവസക്കൂലിയായിട്ട് കൊടുക്കുന്നത്. അവൻ അതിനുള്ള പണിയൊക്കെ ചെയ്ത് പോവും. അപ്പം മുതലാളി വിചാരിച്ചു, ഒരു 100 രൂപയുടെ കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവൻ കുറച്ചുകൂടെ നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് പണിയെടുക്കുമല്ലോ. മുതലാളി എന്ത് ചെയ്തു, അവനെ വിളിച്ചിട്ട് ഒരു 100 രൂപയും കൂടെ കൂട്ടി ഒരു 600 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ചെല്ല്, നന്നായിട്ട് പണിയെടുക്കാൻ പറഞ്ഞു. പക്ഷെ ദാമു എന്ത് ചെയ്തു, ദാമുവിൻ്റെ മെൻറ്റാലിറ്റി ഇതാണ്, താൻ എനിക്ക് എത്ര രൂപ കൂട്ടി തന്നിട്ടും കാര്യമില്ല, ഞാൻ 500 രൂപയ്ക്കേ പണിയെടുക്കുള്ളൂ. ഇതാണ് ദാമുവിൻ്റെ മെൻറ്റാലിറ്റി. അങ്ങനെ 600 മേടിച്ചിട്ട് ദാമു എന്ത് ചെയ്തു, 500-ൻ്റെ പണിയെടുത്തു. മുതലാളി ഡിസപ്പോയിൻറ്റഡാണ്. മുതലാളി വിചാരിച്ചു, ഒരു 700 കൂടെ കൂട്ടി കൊടുക്കാം, അവൻ്റെ മൈൻഡ് മാറിയാലോ. അങ്ങനെ 100 കൂടെ കൂട്ടി കൊടുത്ത് അത് 700 ആക്കി. അങ്ങനെ നമ്മുടെ ദാമു എന്ത് ചെയ്തു, 700 മേടിച്ചു. പക്ഷെ ദാമു ചിന്തിക്കണത് ഇതാണ്, പോരട്ടെ, ഞാൻ എന്തായാലും 500 പണിയേ എടുക്കുള്ളൂ. നമ്മുടെ ശരീരം ഉണ്ടല്ലോ, ദാമുവാണ് ദാമു. എന്തുകൊണ്ടാണെന്നറിയോ, നമ്മൾ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണിയിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ്, നിങ്ങൾക്കറിയാലോ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കണേ അല്ലേ. ആ സമയത്ത് നമ്മുടെ ശരീരം ചിന്തിക്കണം എന്താണെന്നറിയോ, താൻ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ ഇതിൽ നിന്ന് മാറില്ല. അതാണ് ശരിക്കും ഈ ഒരു വെയിറ്റ് ലോസ് സ്റ്റക്ക് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് പ്ലാറ്റോ എന്നൊക്കെ പറയുന്നത് കേട്ടോ. നമ്മുടെ ബോഡി ഒരു ഹോമിയോസ്റ്റേസിസ് മെഷീൻ എന്ന് വേണമെങ്കിൽ പറയാം. ഹോമിയോസ്റ്റേസിസ് എന്നൊന്നും കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, സംഭവം ഇത്രയേ ഉള്ളൂ. ഭയങ്കര സ്റ്റഡി സ്റ്റേറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. അതായത് അതിന് ചേഞ്ച് വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇത് ആഗ്രഹിക്കുന്നില്ല. ഇനി വേറൊരാളുണ്ട് കേട്ടോ, മെറ്റബോളിസം. അവൻ്റെ സ്വഭാവം എന്താണെന്നറിയോ, നമ്മൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, അതായത് ഹോർമോണൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന സമയത്ത് ഈ മെറ്റബോളിസം എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്പീഡാവും, ഭയങ്കര സ്പീഡായിട്ട് കൂടുതൽ വെയിറ്റ് കൂടാതെ നമ്മളെ അതിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യും. അതേസമയം ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരാൾ, അതായത് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഭക്ഷണം കുറച്ച് കഴിക്കുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്യുന്ന അറിയോ, ഭയങ്കര അങ്ങ് സ്ലോ ആയിട്ട് നമ്മളെ വെയിറ്റ് കുറയുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യും. ഇതാണ് ഈ മെറ്റബോളിസത്തിൻ്റെ സ്വഭാവം. ഇപ്പം നിങ്ങൾക്ക് ബോഡീനെ കുറിച്ചും മെറ്റബോളിസത്തിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയില്ലേ. ഇനി നമ്മുടെ നായകൻ്റെ എൻട്രിയാണ് വെയിറ്റ് ലോസ് പ്ലാറ്റോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഡിപ്രസ്ഡ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. വെയിറ്റ് സ്റ്റക്കായി എന്ന് വിചാരിച്ച് ഒരുപാട് വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വെയിറ്റ് സ്റ്റക്കായി എന്ന് മനസ്സിലാക്കുന്നത്? സാധാരണ ഒരാൾ ഒരു വെയിങ് സ്കെയിലിൽ കയറി നിൽക്കുമ്പോൾ ഇന്ന് നോക്കിയപ്പോൾ 85, നാളെ നോക്കിയപ്പോൾ 85, മൂന്നാമത്തെ ദിവസം നോക്കിയപ്പോൾ 85. ഓക്കെ, കൺഫേംഡ്, എൻ്റെ വെയിറ്റ് സ്റ്റക്കായി. ഇങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ പ്രഗ്നൻറ്റ് ലേഡീസിനോട് ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഫോൾസ് കോൺട്രാക്ഷൻസ് ആണോ അതെയോ ശരിക്കുമുള്ള കോൺട്രാക്ഷൻസ് ആണോ എന്ന് മനസ്സിലാക്കണം എന്നുള്ളതല്ലേ. അതുപോലെ തന്നെയാണ് ഈ ഒരു വെയിറ്റ് സ്റ്റക്കിൻ്റെ കാര്യം കേട്ടോ. നമുക്ക് ചിലപ്പം ഫോൾസ് പ്ലാറ്റോ ആയിരിക്കാം ഇത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് ഫോൾസ് പ്ലാറ്റോ ആണോ അല്ലെങ്കിൽ ശരിക്കുമുള്ള വെയിറ്റ് സ്റ്റക്ക് ആണോ എന്ന് മനസ്സിലാക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വെയിറ്റ് ലോസ് ഉണ്ടല്ലോ ഒരിക്കലും ഇങ്ങനെ ലീനിയറായിട്ട് പോകുന്ന ഒരു കാര്യമല്ല കേട്ടോ. അതായത് ഈ ഒരാഴ്ച എനിക്ക് ചിലപ്പോൾ 2 കിലോ കുറഞ്ഞിട്ടുണ്ടാവും,
അടുത്ത ആഴ്ച എനിക്ക് ചിലപ്പോൾ 1 കിലോയെ കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ, അതിന് അടുത്ത ആഴ്ച വെറും 500 ഗ്രാമേ കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കും കുറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ വെയിറ്റ് ലോസ് നിങ്ങൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യരുത്. ഓക്കെ, എൻ്റെ വെയിറ്റ് ഈ ആഴ്ച ഒരു 1 കിലോ കുറഞ്ഞു, അടുത്ത ആഴ്ച ഒരു 1 കിലോ, അങ്ങനെ ഒരിക്കലും ലീനിയർ ആയിട്ട് പോകാത്തൊരു കാര്യമാണ് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്, എന്തുകൊണ്ടാണ് എൻ്റെ വെയിറ്റ് ഒരേപോലെ കാണിക്കുന്നത് എന്നാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് നമ്മൾ കറക്റ്റായിട്ട് ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്തു നമ്മുടെ വെയിറ്റ് 60 ആണെന്ന് വിചാരിക്കും. നാളെയും നമ്മൾ ഇതിനേക്കാൾ നന്നായിട്ട് നമ്മുടെ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്ത് നാളെ നോക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് 60 ആണ്, മറ്റന്നാൾ നോക്കുമ്പോൾ 60 ആണ്. ഇതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ഫാറ്റ് അവിടെ കുറയുന്നുണ്ടാവും, പക്ഷേ നമ്മുടെ വാട്ടർ വെയിറ്റ് അതിനനുസരിച്ച് കൂടുന്നുണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പല കാരണങ്ങൾ അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം സ്ട്രെസ്സ് കൂടുതലാണെന്ന് വിചാരിക്കുക, പക്ഷേ നിങ്ങൾ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്തു, ഓഫ് കോഴ്സ് നിങ്ങളുടെ ഫാറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. അവിടെ കൂടുന്നത് ആരാണെന്നറിയോ? വാട്ടർ വെയിറ്റ് ആണ്. കാരണം വാട്ടർ വെയിറ്റ് പ്ലസ് ഈ ഒരു ബോഡി ഫാറ്റും കൂടെ കൂടുന്നതാണ് നമ്മുടെ ആ ദിവസം നോക്കുന്ന വെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് ഫോൾസ് ആയിട്ടുള്ള പ്ലാറ്റോ ആണോ അതോ ശരിക്കും ഒരു വെയിറ്റ് ലോസ് സ്റ്റക്ക് ആയതാണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി വാട്ടർ വെയ്റ്റിൻ്റെ കാര്യം മാത്രമല്ല, ബോഡി റീകമ്പോസിഷൻ, അതായത് നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്കാരായിരിക്കുമല്ലോ അല്ലേ, ജിമ്മിലോ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും. ഇപ്പം ഞാനാണെങ്കിൽ വീട്ടിൽ ഡമ്പലൊക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാറ്റ് കുറയുന്നത് പോലെ നമുക്ക് വേറൊരു സാധനം അവിടെ കയറി വരുന്നുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ മസിൽ മാസ്. അപ്പം ഫാറ്റ് കുറയുന്നതനുസരിച്ച് ഒരേ ടൈമിൽ മസിൽ മാസും കൂടി വരുന്നുണ്ടെങ്കിലും നമ്മുടെ വെയിറ്റ് ഈക്വൽ ആവും. ഇനി അടുത്തത് ഇൻകൺസിസ്റ്റൻസി ആണ് കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഡയറ്റും എക്സസൈസും ഒക്കെ കറക്റ്റായിട്ട് ഓരോ ദിവസവും പോകുന്നുണ്ട്, പക്ഷേ വെയിറ്റ് സ്റ്റക്ക് ആവുന്നുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഓരോ ആൾക്കാരും ചിലപ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു കാലറി ഇൻടേക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കിപ്പം ഒരു 1600 അല്ലെങ്കിൽ 1600 കാലറിയാണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ അത് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ ദിവസം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ അറിയാതെ കുറച്ചധികം കഴിച്ചു പോയി എന്ന് വിചാരിക്കുക. ഇപ്പം കുക്ക് ചെയ്യുന്ന സമയത്ത് 1 സ്പൂൺ ഓയിൽ ഒഴിക്കേണ്ടതിന് പകരം നമ്മൾ അറിയാണ്ട് ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കാലറി നമുക്ക് കൂടി. ഇത് നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ എക്സസൈസിൻ്റെ കാര്യത്തിലും സെയിം ആണ് കേട്ടോ. അതായത് ഇന്ന് വർക്കൗട്ട് ചെയ്ത സെയിം ഇൻറ്റൻസിറ്റിയിൽ ആയിരിക്കില്ല നമ്മൾ ചിലപ്പോൾ നാളെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇൻകൺസിസ്റ്റൻസിയിലെ അതും ചിലപ്പം ഈ ഒരു വെയിറ്റ് ലോസ് പ്ലാറ്റോ അല്ലെങ്കിൽ വെയിറ്റ് സ്റ്റക്ക് ആവാനുള്ള കാരണത്തിൽ ഒന്നാണ് കേട്ടോ. ഇനി നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി വന്നു എന്ന് വിചാരിക്കും, കയ്യിലോ കാലിലോ എവിടെയെങ്കിലും ഒരു ചെറിയ മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് അത് ഇൻഫ്ലമേഷന് സാധ്യതയുണ്ട്. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നീർക്കെട്ട്. അപ്പോൾ ഈ വാട്ടർ വെയിറ്റ് ആണ് കൂടുന്നത്. ആ സമയത്ത് നമുക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവും, പക്ഷേ ഈ ഒരു വാട്ടർ വെയിറ്റ് കൂടുന്നതുകൊണ്ട് വെയിറ്റ് സ്റ്റക്ക് ആയതാണോ, നമ്മൾ വെയിറ്റ് ലോസ് പ്ലാറ്റോയിലാണോ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ പനി, ജലദോഷം അങ്ങനെയുള്ള സമയങ്ങളിലും ഇൻഫെക്ഷൻസ് അഫക്റ്റ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അസുഖത്തിലൂടെ കടന്നു പോകുന്ന സമയത്തും ഇതുപോലുള്ള ഇൻഫ്ലമേഷൻസ് വന്ന് നമ്മുടെ വെയിറ്റ് സ്റ്റക്ക് ആയതാണോ എന്നുള്ള ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്ട്രെസ് അടിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് വാട്ടർ വെയിറ്റ് ആണ് കൂടുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ഫാറ്റ് ലോസ് സംഭവിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മൾക്ക് കൺഫ്യൂഷൻ വരും. നമ്മൾ വെയിങ് സ്കെയിലിൽ കയറി നിൽക്കുമ്പോൾ ഓക്കെ എൻ്റെ വെയിറ്റ് സ്റ്റക്കായി എന്ന് നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, നമ്മളെ തന്നെ അനലൈസ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തത് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. നമ്മൾ പീരീഡ്സിൻ്റെ ടൈമിൽ നമ്മുടെ ബോഡിയിൽ വാട്ടർ വെയിറ്റ് കൂടും. അതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് കൂടിയതായിട്ട് തോന്നുന്നത്. എൻ്റെ വെയിറ്റ് ലോസ് ചലഞ്ചിൽ ഞാനത് നിങ്ങളോട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പീരീഡ്സിൻ്റെ ടൈമിൽ 800 ഗ്രാം ഒറ്റയടിക്ക് അങ്ങ് കൂടിയല്ലേ. ആ സമയത്ത് ഡിമോട്ടിവേറ്റഡ് ആവാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാണ്, ഒരു കാര്യമില്ല. ആ മെൻസ്ട്രൽ സൈക്കിളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ, പീരീഡ്സൊക്കെ നോർമലായി കഴിയുമ്പം ആ വെയിറ്റ് എൻ്റെ കുറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെ ഞാൻ ലൈവായിട്ട് കാണിച്ച് തന്നതുമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ കളഞ്ഞേക്കുക. പീരീഡ്സ് ടൈമിൽ ഇത് കംപ്ലീറ്റ്ലി നോർമലാണ് വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോൾസ് ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് പ്ലാറ്റോ എന്താണ്, നിങ്ങളുടെ വെയിറ്റ് ശരിക്കും സ്റ്റക്ക് ആയതാണോ അല്ലയോ എന്നത് എങ്ങനെ മനസ്സിലാക്കാം എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് പ്ലാറ്റോ അല്ലെങ്കിൽ വെയിറ്റ് സ്റ്റക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് കേട്ടോ. അതിന് എക്സ്പേർട്സ് പറയുന്ന 2 വഴികളുണ്ട്. അതിൽ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത്, 3 ആഴ്ചയായിട്ടും നിങ്ങൾ വെയിങ് സ്കെയിലിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ നിങ്ങളുടെ വെയിറ്റ് ഒരേപോലെയാണ് അല്ലെങ്കിൽ വെയിറ്റ് സ്റ്റക്കായിട്ട് തന്നെയാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൺഫേം ചെയ്യാം നിങ്ങളുടെ വെയിറ്റ് സ്റ്റക്കായി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇഞ്ച് ലോസിൻ്റെ കാര്യമാണ് കേട്ടോ. ഇഞ്ച് ലോസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ വെയിങ് സ്കെയിലിൽ കയറി നിൽക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് മാറുന്നുണ്ടാവില്ല.
അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ ഇഞ്ച് ലോസ് സംഭവിക്കുന്നുണ്ടാവും. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 3 വഴികളുണ്ട്. അതിൽ ഒന്നാമത്തത് ഓഫ് കോഴ്സ് നമ്മുടെ മെഷറിംഗ് ടേപ്പാണ് കേട്ടോ. മെഷറിംഗ് ടേപ്പ് എടുത്തിട്ട് നമ്മുടെ അളവുകളൊന്ന് അളന്ന് നോക്കുക. ഈ ഒരു 3 ആഴ്ച കാലമല്ല, അത് 2 ആഴ്ച കാലമാണേ നോക്കേണ്ടത്. മറ്റേത് 3 ആഴ്ചയാണെങ്കിൽ ഇത് 2 ആഴ്ച നോക്കിയാൽ മതി. മെഷറിംഗ് ടേപ്പ് എടുത്ത് നോക്കുമ്പോൾ 2 ആഴ്ചയായിട്ട് നമ്മുടെ ഈ ഒരു സൈസിനൊന്നും മാറ്റമില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റ് സ്റ്റക്കായി. ഇനി രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മൾ ഇട്ട് നോക്കുക ഡ്രസ്സുകൾ ഏതെങ്കിലുമൊക്കെ കേട്ടോ. അപ്പോൾ അതിനൊരു അയവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് സ്റ്റക്കല്ല, നമ്മൾ മാറുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം പ്രോഗ്രസീവായിട്ടുള്ള പിക്ചേഴ്സ് എടുത്ത് വെക്കുക. ഓരോ ദിവസവും നിങ്ങൾ പിക്ചർ എടുത്ത് വെക്കുക, നിങ്ങളുടെ തന്നെ ഫോട്ടോസ് എടുത്ത് വെക്കുക. ആ സമയത്ത് നമുക്ക് ഫോട്ടോസ് കാണുമ്പം ഒരു ചെറിയ വ്യത്യാസം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വെയിറ്റ് സ്റ്റക്കായിട്ടില്ല, അതിന് വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫാറ്റ് കോമ്പോസിഷൻ. നമ്മുടെ ബോഡി ഒന്ന് സ്കാൻ ചെയ്ത് കഴിയുമ്പം നമ്മുടെ കംപ്ലീറ്റ് വെയിറ്റ്, അതായത് ഫാറ്റ് പെർസെൻറ്റേജ് എത്രയാണ്, നമ്മുടെ വാട്ടർ വെയിറ്റ് എത്രയാണ്, നമ്മുടെ മസിൽ മാസ് എത്രയാണ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് വെയിറ്റ് ലോസ് ജേർണിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സാധനം എടുത്തു വെക്കുന്നത് മസ്റ്റ് ഹാവ് ആണ്. അത് പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അത് ചെയ്ത് വെക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇതുപോലെ വെയിറ്റ് സ്റ്റക്കാവോ അല്ലെങ്കിൽ വെയിറ്റ് കുറയാതെ വരുന്നതോ കാണുകയാണെങ്കിൽ നമുക്ക് തന്നെ പോയി ഒന്നുകൂടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റും. ആ സമയത്ത് ഫാറ്റ് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സ്റ്റക്കാണ്. ഫാറ്റ് കുറഞ്ഞിട്ടുണ്ട്, വാട്ടർ വെയിറ്റ് ആണ് കൂടി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവിടെയാണ് സംഭവം എന്നുള്ളത് കേട്ടോ. ഇനിയാണ് അടുത്ത കാര്യം, ശരിക്കും വെയിറ്റ് സ്റ്റക്കായ ആൾക്കാർക്ക് ഇതെങ്ങനെ വെയിറ്റ് സ്റ്റക്ക് മാറ്റാം അല്ലെങ്കിൽ വെയിറ്റ് ലോസ് പ്ലാറ്റോ എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അതിൽ 8 ടിപ്സ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എക്സസൈസ് നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങൾ ഡെയിലി ചെയ്യുന്ന എക്സസൈസ് ഉണ്ടല്ലോ, അതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുക. അതായത് സ്ഥിരമായിട്ട് ഒരേ മെത്തേഡിൽ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 1-2 ദിവസം ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട്സ് ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സ്ക്വാട്ട്സ് ഒക്കെ ചെയ്യുമ്പം ഇപ്പം നിങ്ങൾ 20 കൗണ്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 25 കൗണ്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി വെയിറ്റ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ വെയിറ്റ് ഒന്ന് കൂട്ടി നോക്കുക. അപ്പം ഞാൻ 2.5 കിലോയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് വെയിറ്റ് സ്റ്റക്ക് ആയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, കൗണ്ടൊക്കെ ആദ്യം കൂട്ടി നോക്കി. എന്നിട്ടും ഓക്കെ ആവാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2.5 എന്നുള്ളത് 5 ആക്കി. ഓക്കെ, നമുക്കിങ്ങനെ ഓരോ തവണ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് വെയിറ്റ് സ്റ്റക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോൺ എക്സസൈസ് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, നീറ്റ്, അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യുക. അതായത് ഒരു 6000 സ്റ്റെപ്സ് ആണ് നിങ്ങൾ ഒരു ദിവസം നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക, ഒരു 7000 ആയിട്ട് മാറ്റുക. അങ്ങനെ വീട്ടിലിപ്പോൾ വീട്ടമ്മമാരൊക്കെ ഇങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇങ്ങനെ ആടിപ്പാടി തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചും കൂടി വെയിറ്റ് സ്റ്റക്കായ ആൾക്കാർ ഒന്ന് ആയാസപ്പെട്ടൊന്ന് തുടയ്ക്കുക. അതുപോലെ മിക്സിയിൽ അരയ്ക്കുന്നതിന് പകരം അമ്മിക്കല്ലിൽ അരച്ച് നോക്കുക. വെയിറ്റ് കുറയ്ക്കണ്ടേ? അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ നീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോൺ എക്സസൈസിലായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് നോക്കുക കേട്ടോ. ലിഫ്റ്റ് എടുക്കാതെ നടന്ന് സ്റ്റെപ്പ് കയറുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ആക്ടിവിറ്റീസ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ കാലറീസ് ബേൺ ചെയ്യാനും ഈ ഒരു വെയിറ്റ് സ്റ്റക്ക് മാറ്റാനും ഹെൽപ്പ് ചെയ്യും. ഇനി മൂന്നാമത്തത് നിങ്ങളുടെ മാക്രോസ് ആണ് കേട്ടോ. മാക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പ്രോട്ടീൻ, ഫൈബർ, വൈറ്റമിൻസ്, അതുപോലെ കാർബ്, ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ, അതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ കാർബാണ് കൂടുതലായിട്ട് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് ഒന്ന് കുറച്ചിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതെൻ്റെ വെയിറ്റ് ലോസ് ചലഞ്ചിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചില ദിവസങ്ങളിൽ റൈസ് എടുക്കും, ചില ദിവസങ്ങളിൽ എനിക്ക് തോന്നുകയാണ് ഓക്കെ എൻ്റെ വെയിറ്റ് ഇച്ചിരി കൂടെ ഒന്ന് കുറയണം തോന്നു കഴിഞ്ഞാൽ ഞാനത് റൈസ് മാറ്റിയിട്ട് കീൻവ ആക്കാറുണ്ട്. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ കൂടുതലാണ്, കാർബ് അതിനും കൂടി കുറയുന്നുണ്ട്. റൈസിനെ വെച്ച് നോക്കുമ്പോൾ കീൻവയ്ക്ക് കാർബ് കുറവാണ്. ചില സമയത്ത് എനിക്ക് ഈ കീൻവ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റക്കാവും. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, അത് പൊട്ടറ്റോ ആയിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ പൊട്ടറ്റോയിൽ കാലറിയും കുറവാണ്, കാർബും കുറവാണ്, പക്ഷേ ബാക്കിയുള്ള മിനറൽസ് ആണ് അവിടെ കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മാക്രോസിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ നമുക്കിത് ഒരു പരിധി വരെ മാറ്റാൻ സാധിക്കും. ഇനി നാലാമത്തെ കാര്യം നമ്മുടെ ഡയറ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ ഈ കൈയും നിങ്ങൾ ശ്രദ്ധിക്കും. ഈ കയ്യിൽ ഞാൻ ഒരു 1000 കാലറി ആവുന്നവരെ കുറച്ച് ചിപ്സ് ഇട്ടു എന്ന് വിചാരിക്കുക. ഈ കയ്യിൽ ഞാനൊരു 1000 കാലറി ആവുന്നത് വരെ കുറച്ച് ബ്രൊക്കോളി ഇട്ടു എന്ന് വിചാരിക്കുക. ഈ കയ്യിൽ 1000 കാലറി ചിപ്സ് എന്ന് പറയുന്നത് ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷേ ഈ കയ്യിൽ 1000 കാലറി ബ്രൊക്കോളി എന്ന് പറയുന്നത് ഈ കയ്യിൽ തീരില്ല. എനിക്ക് ഇത്രയും ഒരു വലിയൊരു വട്ടക്കൊട്ട കിട്ടിയാലേ അത് തികയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ 1000 കാലറി കഴിക്കുന്ന ഒരാൾക്ക് ഇത്രയും ചിപ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ 1000 കാലറി ആവും. പക്ഷേ
ഇത്ര അധികം ബ്രൊക്കോളി കഴിച്ചാൽ മാത്രമേ 1000 കാലറി നമ്മുടെ ശരീരത്തിൽ കയറുള്ളൂ. പക്ഷെ നമ്മൾ ബ്രൊക്കോളി ഇത്രയും അധികം കഴിക്കുമോ? ഇല്ല, നമ്മുടെ വയറ് നിറയുന്ന അത്രയല്ലേ നമ്മൾ കഴിക്കുള്ളൂ. അപ്പോൾ പോയിന്റ് ഇതാണ്, നമ്മുടെ ഡയറ്റിൻ്റെ ക്വാളിറ്റി കൂട്ടുക. അതായത് പ്രോസസ്ഡ് ഫുഡിൽ കാലറി കൂടുതലാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഓക്കെ 1000 കാലറിയല്ലേ പ്രോസസ്ഡ് ഫുഡുള്ളൂ, അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ 1000 കാലറിയുള്ള ബ്രൊക്കോളി കഴിക്കുന്നതിന് തുല്യമല്ലേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. പ്രോസസ്ഡ് ഫുഡ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് അതിലുള്ള മാക്രോസ് വ്യത്യാസമുണ്ട്. അതിലടങ്ങിയിട്ടുള്ള ഫൈബർ, അതിലടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ വ്യത്യാസമാണ്. ബ്രോക്കോളി കഴിക്കുന്ന പോലെ ആയിരിക്കില്ല ചിപ്സ് കഴിക്കുന്നത്, നിങ്ങൾക്കും അത് അറിയാലോ അല്ലേ. എന്നാലും നമ്മൾ കാലറി മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ചിപ്സ് നോ, ബ്രോക്കോളി പോരട്ടെ. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുവാണേ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് കാലറി ഡെഫിസിറ്റ് ഡയറ്റ് എടുക്കൂ എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും അത് തെറ്റിദ്ധരിക്കരുത്. കാലറി ഡെഫിസിറ്റ് ഡയറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു നേരത്തെ മീൽ കട്ട് ചെയ്ത് കാലറി കുറച്ച് ആ ദിവസം ഡയറ്റ് എടുക്കുക എന്നല്ല കേട്ടോ. കാലറി കുറവുള്ള ഭക്ഷണം വയറ് നിറച്ച് കഴിക്കൂ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും വിശന്നിരുന്നിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്. ധാരാളം വെള്ളം കുടിക്കുന്ന സമയത്ത് ധാരാളം കാലറീസ് ബേൺ ആവും, നമ്മുടെ ഫാറ്റ് ബേൺ ആവും. അപ്പോൾ അത് മറക്കരുത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ചില സമയത്ത് നമ്മൾ ഡയറ്റും എക്സസൈസും ഒക്കെ ഇങ്ങനെ ഒരേപോലെ എടുത്തു പോകുന്ന സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും ഒരു പോയിന്റിൽ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടോ ഭയങ്കര സ്ട്രെസ്സൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. എനിക്കങ്ങനെ വരാറുണ്ട്, നിങ്ങൾക്കും ഉറപ്പായിട്ടും അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒന്നും ആലോചിക്കേണ്ട, ടേക്ക് എ ബ്രേക്ക് ആൻഡ് റീസ്റ്റാർട്ട്. ഇനി അടുത്തത് 7ാമത്തത് ആൽക്കഹോൾ ഒഴിവാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഏതെങ്കിലും രീതിയിലുള്ള ആൽക്കഹോൾ ഇൻടേക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് അവസാനിപ്പിക്കുന്ന അത്രയും സമയം നോ ആൽക്കഹോൾ പ്ലീസ്. അത്രയും നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം സുഹൃത്തുക്കളെ. പിന്നെ അടുത്തത് 8ാമത്തത് കാലറീസ് ആണ്. നമ്മുടെ കാലറി കുറയ്ക്കുക. 80 കിലോ ഉള്ള ഒരാൾ 1600 കാലറിയാണ് കഴിക്കേണ്ടതെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ പറയുവാണേ, അതാണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഫോളോ ചെയ്ത് ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്ത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ വെയിറ്റ് 75 ആക്കി. ആ സമയത്താണ് നിങ്ങൾക്ക് വെയിറ്റ് സ്റ്റക്കായത്. എന്തുകൊണ്ടാണെന്നറിയോ? മേ ബി നിങ്ങളുടെ കാലറി നിങ്ങൾ കഴിക്കുന്നത് 80 കിലോ ഉള്ള ഒരാൾക്ക് കഴിക്കേണ്ട കാലറിയാണ്. 75 കിലോ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ അതിലും കുറവ് കാലറിയാണ് കഴിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വീണ്ടും TDE കാൽക്കുലേറ്ററിൽ പോയിട്ട് 75 കിലോ ഉള്ള ഒരാൾക്ക് എത്ര മെയിൻ്റനൻസ് കാലറിയാണ്, എത്ര കാലറി ഡെഫിസിറ്റ് ആയാലാണ് ഈ ഒരു ഡിസൈഡ് വെയിറ്റിൽ എത്തുക എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു 1600 പകരം മേ ബി ഒരു 1500 കാലറി മതിയായിരിക്കും. അങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്തും ഈ ഒരു വെയിറ്റ് സ്റ്റക്ക് മാറ്റാനുള്ളൊരു സൊല്യൂഷനായി. ഓക്കെ, അപ്പോൾ എന്താണ് വെയിറ്റ് ലോസ് പ്ലാറ്റോ അല്ലെങ്കിൽ എന്താണ് വെയിറ്റ് സ്റ്റക്ക്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.